അസാമ എങ്ങനെ വിളിച്ചിട്ട് പറ, നമുക്ക് ഒരു ദിവസം ഇരിക്കണം, സംസാരിക്കണ്ട കുറച്ച് കാര്യങ്ങള്. പിന്നെ ഡ്രസ് കളിപ്പാ പീഡി പിടിച്ചപ്പോ എല്ലാരും പീഡിയില്ല. നിന്റെ 7 ഗണ്ണ് എവിടുന്ന വന്നേ? നീ ടിവിയുടെ മെയിൻ സ്ലോട്ടിങ് സസ്പെൻഡ് ആണേ. എല്ലായിടത്തിനും നമ്മുടെ വണ്ടിയിൽ പാരൊക്കെയുണ്ട്. ഒന്നും അറിയാത്ത 2 പയ്യന്മാർ, അവന്മാര് നിഷ്കളങ്കത നിറഞ്ഞ ഇതിലാരോ കൊണ്ടുവരുന്നില്ല. ഇതൊക്കെ ലവിയും പിന്നെ ബാക്കിങ്ങാര് വർക്കിയാണോ? എനിക്കറിയത്തില്ല. വണ്ടി കയറി ബ്രോ ഇവിടെ വിട്ടെ വണ്ടി. ആ ഓ ഇവിടെ നിന്ന് കയറിയല്ലോ. ഓക്കെ 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 ഓക്കെ. ഒസാമ ആ പറ 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 പറ. ഹലോ ഒസാമ എങ്ങനെ? ഒസാമ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണ്? ഞാനിങ്ങനെ 2 ദിവസം അന്വേഷിച്ചായിരുന്നേ. ഇവിടെ ഇല്ലായിരുന്നോ കുറച്ച് ദിവസം? പരിപാടിയൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? മറ്റത് വലിയ കുഴപ്പമില്ല, ഓക്കെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അത് വേറെ രീതിയിൽ പോണം തോന്നുന്നു. വേറെ ഇപ്പൊ അടുത്തായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താ കേട്ടില്ല? ഇന്നല്ല നാളെയാണ് ഓപ്ഷൻ. ഞങ്ങളെ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഓപ്ഷൻ നാളെ. ഇന്നാണോ? ഏതാണ് ഏതാണ്? ആണോ? പറയണ്ട പറയണ്ട, പറയാതിരിക്കാണ് നല്ലത്. വിളിച്ചിട്ട് പറ, നമുക്ക് ഒരു ദിവസം ഇരിക്കണം, സംസാരിക്കണ്ട കുറച്ച് കാര്യങ്ങള്. നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ? ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ദിവസം ഫ്രീ ആകുമ്പോൾ പറയും. ഓക്കെ ഓക്കെ ശരി എന്നാ. പിന്നെ വേറൊരു ചെറിയൊരു പേയ്മെന്റ് വരാനുണ്ടായിരുന്നു അങ്ങോട്ട്. അത് ഇരിക്കട്ടെ. നമുക്ക് കിട്ടിയില്ല. അറിയാം. അത് കുഴപ്പമില്ല, ഇരിക്കട്ടെ, നമുക്ക് ഡീൽ ചെയ്യാം. അങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്നത്. ഓപ്ഷൻ പോയി കഴിഞ്ഞിട്ട്. ഓക്കെ ശരി. ലവി എന്നാ പോട്ടെ കേട്ടോടാ. ഞാൻ വിളിക്കേ. വിളിക്ക്. ഓക്കെ. കത്തിയോടാ. ഹലോ ബ്രോ, വണ്ടി ഒന്ന് ഇറങ്ങാം, നമുക്കൊരു സിറ്റുവേഷൻ. മച്ചാനെ ഇറങ്ങിയില്ല മച്ചാനെ. ഒരു സിറ്റുവേഷൻ ഇറങ്ങാം. എന്നിട്ട് റേഡിയോയില് നീകൻ പോയി റഷപ്പ്. നീകൻ റേഡിയോന്ന് പോയി. എന്നിട്ട് ഡ്രസ് കളിപ്പാ. സിറ്റുവേഷൻ എന്തോ ആരാ അടിക്കുന്നൊക്കെ പറഞ്ഞു. അവൻ ലാസ്റ്റ് എവിടെ ലൊക്കേഷൻ പറഞ്ഞ? 806. പറഞ്ഞത്. മാർക്കിയത് ഇവിടെ പോയി പള്ളിയെടുക്കുന്നത് അറിയത്തില്ല. എന്തൊരു ഇതെല്ലാം നമ്മുടെ ബാക്കപ്പ്. എന്തൊരു പീഡിക്കാത്ത എന്തൊരു പീഡിക്കാത്തില്ലേ നീങ്ങനാ കൊണ്ടുപോയി ഏട്ടാ. പീഡി പിടിക്കാൻ വരുന്നു എന്തോ ആണ് ലാസ്റ്റ് പറഞ്ഞത്. I will talk. നല്ല സമയമാണ് എന്തിര്. അടിച്ചു നീങ്ങനെയാ അതുകൊണ്ട് പീഡി പിടിച്ചോണ്ട പോയി. അതാണ് സംഭവം. സാറേ ഈ പുള്ളിനാണ് കൊന്നത്. ഇവിടെ വന്ന് പീഡിനെ കൂടെ വന്ന് എനിക്ക് ബഗ്ഗായടാ പിങ്. ചാടി ചന്ദ്ര ചാടി. ഹലോ
ഇവന് കാശെല്ലാം കൊടുത്ത് ഒതുക്കടാ ഒതുക്കാ പറഞ്ഞു പിന്നെ ഇതാക്കി വിട്ടില്ലല്ലേ കുറച്ച് കാശ് കൊടുക്കാം കേസ് ഇല്ലെന്ന് പറയോ കാശ് തരാ എന്നാ പെട്ടെന്ന് നോക്കിക്കാം. ചന്ദ്രു പ്രൊസീഡ് ചെയ്യുന്നതിനുള്ളിൽ ഒന്ന് സംസാരിക്കാൻ തരുമോ ഒന്ന് വാ ജയിലിൽ വിട് അല്ല സാറേ നീഗന്റെ ചേട്ടനാണ് അല്ല ഫ്രണ്ടാണ് സംസാരിക്കണമായിരുന്നു സാറേ എന്ത് പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് സാറേ നീഗന് ഞാൻ ചോദിക്കട്ടെ സാറേ നീഗൻ എന്ന് പറഞ്ഞ ആരെങ്കിലും നമ്മള് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്. ഫൈനലൊക്കെ റെഡിയാണ് സാറേ ആളെ വേടു സാറേ നമ്മുടെ ഹയർ ഒഫീഷ്യലായിട്ട് ഇപ്പൊ ആരും വന്നിട്ടില്ല. സാറേ ഒന്ന് ഹോൾഡ് ചെയ്യണേ. നമ്മുടെ ഹയർ ഒഫീഷ്യൽ ആരും വന്നിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സ് സംസാരിക്കാൻ വന്നിട്ടുണ്ട്. സാറേ ഞങ്ങള് ഫൈനടക്കിയ റെഡിയാണ് ആള് തെറ്റിന് വിടാൻ പറ്റുമോ? സാറേ അതിനനുസരിച്ചുള്ള ഇതൊക്കെ ചെയ്തിട്ട് വിടുന്നതാണ്. എന്തായാലും നമ്മള് അത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ളത് ചെയ്യത്തുള്ളൂ. നമ്മള് കറക്റ്റ് പ്രോസസ് വെച്ചിട്ടേ ചെയ്യത്തുള്ളൂ. നമ്മളൊരു ഹയർ ഒഫീഷ്യൽ ആരും ഇപ്പൊ കറക്റ്റ്ലി ആള് സാർ എന്ത് തെറ്റ് ചെയ്തേ? സാറേ അവിടെ ഫ്രണ്ട് കാണുന്നുണ്ടോ ഷോപ്പ്? അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അവിടെ 2 പേര് 3 പേര് അവിടെ നിൽക്കുന്ന അവിടെ ഒരാളെ പീഡിയുടെ മുന്നേറ്റ് വെടിവെച്ച് കൊന്നു. അത് മൾട്ടിപ്പിൾ PD ഓഫീസേഴ്സ് കണ്ടിട്ടുണ്ട്. അത് കാരണമാണ് ആളെ ഓടിപ്പോയി പിടിച്ചത്. എന്നിട്ട് പീഡിയുടെ വണ്ടിയിൽ സംസാരിക്കാൻ പറ്റുമോ? സെല്ലിലാണ്. സെല്ലിലേക്ക് നമുക്ക് പോവാൻ പറ്റത്തില്ല. കാണാം സെല്ലിലേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ളൊരു ഇതില്ല. ആളെങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ നിങ്ങൾക്ക്? കൊണ്ടുവന്നാലും മതി. അതും പറ്റും തോന്നുന്നില്ല. പറ്റത്തില്ല. എത്ര പേര്? ഹലോ 17 20 ഹലോ പാപ്പാ നമ്മുടെ സർക്കാരം തൂക്കി സിറ്റിന്ന് കത്തിക്കണേ. ആ സിറ്റിന്ന് കത്തിക്കണം. ശരി എന്നാ. ഇത് കൊള്ളാൻ ഡ്രസ്. ആ പറയടാ. നീഗൻ ആരെയോ തല്ലിക്കൊന്ന് വീഡിയോ പിടിച്ച്. നീഗൻ ആരെയോ തല്ലിക്കൊന്നോ? ആ നീഗൻ ആരെയോ തല്ലിക്കൊന്നു വീഡിയോ പിടിച്ച്. ഇപ്പൊ എല്ലാരും പീഡിയില്ല. പീഡിയിലോ? അതെ. ഹലോ റേഡിയോ. ഹലോ സോളാകുന്നൊക്കെ കേൾക്കുന്നത്. നിങ്ങളൊക്കെ എവിടെയാ? ഹലോ സ്റ്റേഷനിൽ അവരെന്താ ഇറക്കിട്ട് ഇപ്പൊ 5 മിനിറ്റ്. നീ അങ്ങോട്ട് വരാം. എടാ വാടാ വണ്ടി എടുത്തടാ. ഇത് മതി ഡ്രസ് ഒന്ന്. കേറ്. എന്തൊക്കെയാ നടക്കണേ ഇവിടെ? അണ്ണാ ഡ്രസ് മാറിട്ട് പോണോ? ഇല്ല കുഴപ്പമില്ല. പോട്ടെ. ഇങ്ങനെ കണ്ട ജെൻസി പിള്ളേരടക്കം പിടിച്ചു വെക്കണ്ടേടാ. പോയിന്റ്. നമുക്ക് മനസ്സുകൊണ്ട് പ്രായമായെന്ന് മാത്രമല്ലല്ലോ, നമ്മള് അപ്പിയറൻസ് കൊണ്ട് പ്രായമായെന്ന് അറിയിക്കരുത്. സത്യം. എന്താടാ? അതെ. ഇതാണോ ഈഗിൾ ഗെയിമിംഗ് എന്നോ? അതെ ഇതാണ് ഈഗിൾ ഗെയിമിംഗ്. ഈ ഫേസ് ക്യാമിൽ ഇരിക്കുന്നത്. പക്ഷെ ഇത് പരിന്തോഷമാണ്. ഇതെന്താ പാട്ട് കേൾക്കണേ? ഹലോ എന്റെ ഫോൺ ചില്ലൊക്കെ ചെയ്തു. ഞാൻ മലയെ കയറും ഇങ്ങനെ പാട്ടൊക്കെ. അത് പോയത് വഴി പോയി. മറ്റേ പെണ്ണ അയ്യോ
ഹലോ സാർ. ആ സാറേ പറഞ്ഞു. സാറേ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരെ ഇവിടെ ഒരു കേസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ ആ ഫാമിലിയുടെ ലീഡർ ആയിരുന്നു. അങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞായിരുന്നു പീടിയെന്നേ. ആ ഓക്കെ മനസ്സിലായി. നീഗൻ എന്ന് പറഞ്ഞ പുള്ളിയാണോ? അത് തന്നെ ആള് തന്നെ. ആ അകത്ത് പോണ്ട്. ഓക്കെ സാർ. സാറേ മറ്റേ ടി വിന്ന് മറ്റേ ഫാമിലി വന്നുണ്ട് സാറേ. ആണോ? അതിന്റെ ലീഡർ വന്നിട്ടുണ്ട്. അവരെന്തി സാറേ മേലോട്ട് പോകട്ടെ. സാറേ കൊണ്ടുവരട്ടെ. പൂക്കി ഹലോ അണ്ണാ, ഇതെന്താ പൂക്കിയൊക്കെ ആയിട്ട്? ചന്ദ്രൻ എന്തി? അകത്ത് സാർ എന്റെ എടുക്കുമോ? ഡെബിറ്റ് കാർഡ് ഒന്നും ഇല്ല സാർ. എന്നെ അകത്തോട്ട് കയറ്റി വിടുമോ? ബാക്കിയുള്ളവരെയൊക്കെ അങ്ങ് പുറത്തോട്ടുണ്ട്. ഹലോ ഹലോ, അതാണ് പുള്ളിക്കാരനാണ്. ആ പറയടാ. ആ സാറേ എന്തായിരുന്നു പ്രശ്നം? എന്ത് പറ്റി? ഓക്കെ സാറേ, ഒന്നുമില്ല സാറേ. നമ്മള് പീഡിത ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. അപ്പൊ ഒരു ഫയറിംഗ് സിറ്റുവേഷൻ കേട്ടു. ഓക്കെ. അപ്പൊ നമ്മളവിടെ ചെന്നപ്പോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നീഗൻ എന്ന് പറഞ്ഞ ആള് ഒരാളെ, സാറേ ഒന്ന് സൈലന്റ് ആകുമല്ലോ. നീഗൻ എന്ന് പറഞ്ഞ ആള് ഫയർ ചെയ്യണം നമ്മള് കണ്ടു. ഒരാളെ ഡൗൺ ആക്കി. ഒരു സിറ്റിസണാ. നമ്മളാളെ ടേസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോ ആളെ ഓടി PD വണ്ടി എടുക്കാൻ നോക്കി. PD വണ്ടി ഇതായിരുന്നു, ലോക്കറ്റായിരുന്നു. PD വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ ഒന്നും കൂടെ ടേസ് ചെയ്തപ്പോ പുള്ളി ഗണ്ണെടുത്തു. ഗണ്ണെടുത്ത് നമ്മൾ ടേസ് ചെയ്ത് പുള്ളിനെ സെല്ലിലോട്ട് കൊണ്ടുവന്നു. പീഡിയുടെ നമ്മുടെ ഇത് പ്രൊസീജിയർ ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യും. നമ്മൾ സെർച്ച് ചെയ്തപ്പോ പുള്ളിയുടെ ഇന്ന് ഒരു 7 ഗണ്ണ് കിട്ടി. ഓക്കെ, അണ്ണത് റേസ്. ഓക്കെ, ബാക്കി 7, പിന്നെ 78 പോഷൻ, 68 വേറെന്തോ ബ്ലൂ പോഷൻ, പിന്നെ കുറച്ച് ബുള്ളറ്റ്, പിന്നെ 102 ബ്ലാക്ക് മണി, അത്രയും കിട്ടി. ഈ സിറ്റുവേഷൻ ഒക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു കോള് കിട്ടിയായിരുന്നു. നമുക്ക് ഒരു സിറ്റിസൺ വിളിച്ചതെന്ന് പറഞ്ഞാൽ നീഗൻസ് എന്ന് പറഞ്ഞ പുള്ളി ഗൺ ഡീലിംഗ് നടത്തുന്നുണ്ട്, ഫോട്ടോ അയച്ചു തരാന്ന് പറഞ്ഞ പുള്ളി കോള് കട്ട് ചെയ്തു. പിന്നെ പുള്ളിനെ കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഈ സിറ്റുവേഷൻ നടന്നു. സാർ ഇപ്പൊ കൺഫേം ചെയ്യാം. അത് അണ്ണു ഇപ്പൊ ഞാൻ പറഞ്ഞു. പേര് പറയാൻ പറ്റില്ല സാർ. അല്ലല്ല, ഞാൻ പറഞ്ഞു സാറേ, ഇത് അൺനോൺ നമ്പറിൽ നിന്നാ വന്നത്. അപ്പൊ നമുക്ക് ഇത് ആരാന്ന് അറിയാൻ പറ്റൂല. ഓക്കെ, നമുക്കിപ്പോ ഇത് കൺഫേം ചെയ്യാൻ പറ്റൂല. വെറുതെ അല്ല സാറേ, നമുക്കിപ്പോ ആര് അൺനോൺ നമ്പർ വിളിച്ചാൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആളുടെ നിന്ന് ഇത്രയും ബൾക്കായിട്ടൊരു ഇല്ലീഗൽ ഗൺസ് കിട്ടാൻ നേരത്ത് നമുക്കത് കൺഫേം ചെയ്താലേ പറ്റൂ സാറേ. ഇതിപ്പോ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരു വക്കീലുണ്ടെങ്കിൽ ജയിലിട്ടിട്ട് എങ്ങനെയാ പ്രൊസീഡ് ചെയ്തോ? കുഴപ്പമില്ല, ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം. അവനെ നമുക്ക് ഇറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇറക്കാൻ വഴിയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അണ്ണന്ന് വരാം. എനിക്കൊരു കാര്യം പറയാനാണ്. അണ്ണന്ന് വരാം. ആൾക്ക് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ആള് സെല്ലിലോട്ട് സംസാരിക്കാൻ പറഞ്ഞു. എനിക്കൊന്ന് സംസാരിക്കണം സാർ. എനിക്കൊന്ന് സംസാരിക്കണം. എന്നെ മാത്രമേ വേറെ ആരും വിടല്ല. വേറെ ആരും. ഓക്കെ സാർ വാ, സാർ വാ. ഒരാളെയോ? അല്ല, ഞാൻ മാത്രം കേട്ടില്ല. ആളെ കാണണം. എടാ, 7 ഗൺ ഇവന്റെ എങ്ങനെ വന്നടാ? ഒരാൾക്കല്ലേ സാറേ, സംസാരിക്കണമെന്ന് കുഴപ്പമില്ലല്ലോ. അതാർക്കാ അവിടെ പ്രശ്നം? അവന് പീടിന്ന് മാറ്റണമല്ലോ.
സാറേ സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ ഒരു പരന്തുവാസ് സാർ, പരന്തുവാസ്. കാരണം നമുക്കിതിപ്പോ ഇത്ര ഇതായ കാരണം പുള്ളി ഇപ്പൊ ഒരു ഗണ്ണും ഇല്ലായിരുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇത്ര ബൾക്കായിട്ട് വന്ന കാരണമാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി സാറേ, മനസ്സിലായി. എനിക്കൊരു പിടുത്തമില്ല സാർ, ഇത്രയും ഗണ്ണ് എന്റെ കയ്യിൽ എങ്ങനെ വന്നു എനിക്ക് അവനോടൊന്ന് സംസാരിക്കാം. നമുക്ക് ഇതിനു മുമ്പ് ഒരു കോള് കിട്ടി. ഓക്കെ, നമുക്കത് ബേസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിപ്പോ ഇത് ഇത്രയും ഗണ്ണ് കിട്ടിയപ്പോഴാണ് നമ്മൾ കൺഫേം ചെയ്തത്. ഗണ്ണ് കിട്ടിയ കാരണമാണ് നമ്മൾ ഇത്ര ഇതായത്. ഹലോ സാറേ, അകത്ത് കയറത്തില്ല, ഇവിടെ നിന്ന് സംസാരിച്ചു. സാറേ നമ്മളൊക്കെ ലീവ് സാർ ഒന്ന് സംസാരിച്ചോട്ടെ. നീക അടുത്തോട്ട് എനിക്ക് കേൾക്കുന്നില്ല. ഒരു അബദ്ധം പറ്റിയെണ്ണ. എന്ത് അബദ്ധം? പിടിച്ച് നിന്റെ 7 ഗണ്ണ് എവിടുന്ന വന്നേ? അതാ മറ്റേ ഇത് പോയ ചീത്തയ തോക്സില്ലേ? അതാ ചീത്തയ തോക്കല്ലല്ലോ അത്. ചീത്തയ തോക്കണ്ണ, ചീത്തയ തോക്ക. ഒരു സെക്കൻഡ് സാറേ, ഇവന്റെ പിടിച്ച തോക്ക് ഡ്യൂറബിലിറ്റി ഇല്ലാത്ത ചീത്തയ ഞാൻ പറയാം സാറേ. 7 ഗണ്ണുണ്ടായിരുന്നു ടോട്ടലി. പിന്നെ കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു. 6 ഗണ്ണ് ഫുൾ ഡ്യൂറബിലിറ്റിയും 1 ഗണ്ണ് ആള് യൂസ് ചെയ്ത ഗണ്ണുമാണ്. എന്ന് വെച്ചാൽ എത്ര പകുതിയോ മുക്കാലോ എന്തോ യൂസ് ചെയ്ത ഗണ്ണുമാണ്. എടാ, ഞാൻ നിന്നെ രക്ഷിക്കാനാ നോക്കുന്നത്. നീ എന്നോട് കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടെ കിടക്കത്തേ ഉള്ളൂ. നിനക്ക് അതിന്റെ പണിഷ്മെന്റ് TV ഒന്നും കിട്ടും. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 ഗണ്ണ് ഫുൾ ഡ്യൂറബിലിറ്റി, 1 ഗണ്ണ് നീ യൂസ് ചെയ്ത ഗണ്ണ്. ഇല്ലണ്ണ, ശരിയാണ് എടുത്തണ്ണ. സത്യം പറയാം, എവിടെ നിന്ന് എടുത്താ? അണ്ണ അത് വണ്ടി വന്നപ്പോ. ഏത് വണ്ടി വന്നപ്പോ? കൺസൈൻമെന്റ് വണ്ടി വന്നപ്പോ. ഇത് നിനക്കല്ലാതെ വേറെ ആർക്കൊക്കെ അറിയാം? അണ്ണത് എനിക്ക് മാത്രം അറിയില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ ആരോടും പറഞ്ഞിട്ടില്ല? കുറച്ച് പൈസ ഒക്കെ അത്യാവശ്യം വേണ മരിച്ചടിക്കാൻ ആർക്കും അറിയില്ല. നീ ടിവിയുടെ മെയിൻ സ്ലോട്ടിങ് സസ്പെൻഡ് ആണേ നീക. സാറേ വേറൊന്നും ചോദിക്കല്ല. അപ്പൊ സാർ എന്ത് നമ്മള് നിങ്ങൾ പ്രൊസീഡ് ചെയ്തോ. നമ്മളെന്താ ഇപ്പൊ നിങ്ങളെ വിളിക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് മോശമല്ലേ? അതാണ് നിങ്ങളെ വിളിപ്പിച്ച്. ഇത്ര 7 ബൾക്കായിട്ട് കിട്ടിയ മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചത്. മനസ്സിലായി സാർ, മനസ്സിലായി. നിങ്ങൾക്കും ഇവിടെ കുറെ ഡെക്കോറംസ് ഒക്കെ കീപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ, പ്രൊസീജിയർ ഒക്കെ ഉണ്ടല്ലോ. അത് വീടിന്റെ ഫ്രണ്ട് വെച്ച് അടിച്ചിട്ട് ഞങ്ങള് കൺമുമ്പി വെച്ചാണ് അടിച്ചിട്ട്. അത് കാരണമാണ്. മനസ്സിലായി സാർ, മനസ്സിലായി. കറണ്ട് പോയി കേട്ടാ. സാറിനെ വെളി ഇറക്കി തരാം. സാർ നേരെ വന്നോളൂ. എങ്ങോട്ടാ സാറേ? എങ്ങോട്ടാണ്? ഇത് വഴിയോ? നേരെ വന്നോളൂ സാറേ, നേരെ വന്നോളൂ. നേരെ വെക്കോളൂ സാറേ, നേരെ വന്നു. കറണ്ട് ബില്ല് അടച്ചില്ലായിരുന്നോ സാറേ? അല്ല സാർ, ഇത് സിറ്റിയിൽ പവർ മൊത്തത്തിൽ പോയതാണോ? ഫുള്ള് പോയത് സാർ. ഇത്രയും കള്ളന്മാരൊക്കെ കിടക്കണമല്ലേ, ഒരു ഇൻവേർട്ടർ മേടിച്ചു വെച്ചൂടെ? സത്യം സാറേ, ഈ ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വം ഇല്ല സാർ, എന്ത് ചെയ്യാൻ പറ്റും? ഇൻവേർട്ടർ ഇവിടെ അർജന്റാ സാർ. ഇവിടെ ഇടയ്ക്കൊക്കെ പവർ കട്ട് ഉണ്ട്. സാറേ കണ്ടല്ലെന്നാലും സന്തോഷം. സന്തോഷം സാറേ, സന്തോഷം. താങ്ക് യു സാറേ. എന്നാ പോയിട്ട് പോയിട്ടോ. ഇപ്പൊ അത് സത്യമല്ലേ പറഞ്ഞേ? 10 വർഷമായി പവർ കട്ട് വന്നിട്ട്. മനസ്സിലായ? നല്ലത് പിന്നെ പറയണ്ടേ? എടാ, ബാക്കിയുള്ളവരെല്ലാം എന്തിയടാ? ടിവിയിൽ എല്ലാരും എന്തിയടാ? എല്ലാരും വെളിയിലോട്ട് വന്നേ. ചന്ദ്രൻ എവിടെ? ചന്ദ്രൻ ഇറങ്ങിയോ? എന്ത് ഷോക്കായിട്ട് ഇറങ്ങി? ആദ്യം പറഞ്ഞിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നീകനെ കാണാൻ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആർക്കും അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിരുന്ന ഒരു ഇതായിരുന്നു ചന്ദ്രമൻ ചോദിച്ചപ്പോ. അതിനിപ്പോ എന്താ? എനിക്ക് എന്റെ അടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞ അതിനിപ്പോ എന്താ? അല്ല എന്താന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഗ്യാങ് സെറ്റ് മോടിച്ചോനെ ഇനി ഗ്യാങ് കളിക്കത്തില്ല, അത് ഉറപ്പാണ്. വണ്ടി അല്ലോക്കെ സാറേ ഒന്ന് വരാം സാറേ. ഒന്ന് വരാം സാറേ. സാറേ അറിയാതെ സാറിന് വേറെ വണ്ടി എടുത്തിട്ട് വാടാ. ആവശ്യമുണ്ട്. ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്? സാറെന്താ പറഞ്ഞത്? സാറേ ഞങ്ങളാണോ വിളിച്ചേ? നിങ്ങളുടെ നീകൻ ഇറങ്ങി ഓടിയിട്ടുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. അയ്യോ, കറണ്ട് പോയപ്പോഴാ?
നോക്കട്ടെ സാറിന് നോക്ക്, ഞങ്ങളുടെ വണ്ടിക്കകത്തില്ല എന്തായാലും. ഇതാ നോക്കാം, സാറിന് വേണേൽ ചെക്ക് ചെയ്യാം കേട്ടോ. ഇതിനകത്തൊന്നും കയറി ഇരിപ്പുണ്ടോ? നമ്മൾ ആരൊക്കെയാണ് അതിപ്പോ ഇരിക്കുന്നേ? ആ ഞാനൊരു കാര്യം പറയട്ടെ കോച്ച്, 7 ഗണ്ണ് എവിടുന്ന് എടുത്തെന്ന് ചോദിച്ചപ്പോ കൺസൈൻമെന്റ് വണ്ടിക്കകത്തു നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞ്. ഇനി ഒരു കാര്യമുണ്ട് കോച്ച്, ഇനി ഒരു കാര്യമുണ്ട്. ഞാൻ ഇനി ബോസ് ലോക്കറിൽ പോലും ഞാൻ ഇനി ഗണ്ണ് വെക്കത്തില്ല. ഞാൻ ഇത് എന്തെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചോളാം. ഇനി എനിക്ക് മാത്രം മതി ആക്സസ് ഗണ്ണിന്റെ. നമ്മുടെ ഈ മിസ്റ്റർ എക്സും ആയിട്ടുള്ള കേസ് തെളിയുന്നത് വരെ ഇനി തോക്കിന്റെ ആക്സസ് എന്തായാലും ഇവിടെ ഗ്യാങ്ങിൽ ഒരാൾക്ക് പോലും ഉണ്ടാവില്ല. ഗ്യാങ് ഗണ്ണില്ലെങ്കിൽ ഗണ്ണില്ലാതെ നടന്നാൽ മതി ഇവനൊക്കെ. 7 ഗണ്ണ് വിത്ത് ഫുൾ ഇതും ഒരെണ്ണം അവൻ യൂസ് ചെയ്തതും എന്നോട് സമ്മതിച്ച് അവനാണ് എടുത്തതെന്ന്. അവനോട് ഞാൻ ചോദിച്ചു വേറെ ആർക്കെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ചോദിച്ചപ്പോ അവൻ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെ എടുത്താണ് എനിക്കറിഞ്ഞൂടാ. കോച്ച് എന്നെ മിസ്റ്റർ എക്സിന്ന് വിളിച്ചായിരുന്നു. എന്നെ മിസ്റ്റർ എക്സിന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോന്ന് ചോദിച്ചു. കോച്ചിന്റെ എന്തെങ്കിലും ഉണ്ടോ, നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് കൊടുക്കാന്ന് അവരോട് പറഞ്ഞു. നമ്മളൊന്നും പറഞ്ഞില്ല ഇതുവരെ അവരോട്. എനിക്ക് കുറച്ച് ഒന്നുമില്ല വെറുതെ അവിടെ വെറുതെ ബ്രോ അറിയാ തട്ടിയതാണ് കേട്ടോ. ഞങ്ങൾ കണ്ടില്ല പെട്ടെന്ന് വന്നത്. നോക്കില്ല, എനിക്ക് അറിഞ്ഞൂടാ എന്താണെന്ന്. എല്ലാരും ഒന്ന് അല്ല ടി വിക്കകത്ത് 6 പേരെ ഉള്ളു. ഇവിടെ മീറ്റിംഗ് പറഞ്ഞിട്ട് ഒരുത്തനും ഇല്ല ഇന്ന്. ഞാൻ ഇത് നേരത്തെ പറയണല്ലടാ, നമ്മള് ഈ സമയം ആകുമ്പോഴത്തേനും ഒന്ന് കേറിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് എത്ര നേരത്തെ പറഞ്ഞതാണ്. ഹലോ എന്താ ചന്ദ്ര, ഇനി ഇവൻ നീഗൻ ഗാങ്ങിൽ കളിക്കത്തില്ല. ഓക്കെ, വേറെ അതിനപ്പുറത്ത് തീരുമാനമൊന്നുമില്ല. എത്ര അവൻ ഇതിനകത്തുനിന്ന് 7 ഗണ്ണാണ് എടുത്തോണ്ട് പോയത്. വേറെ ആർക്കൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ഞാൻ വഴിയെ നോക്കിക്കോളാം. ഇൻവോൾവ്മെന്റ് ഉള്ള ആൾക്കാരൊന്നും ഇതിനകത്ത് കളിക്കത്തില്ല. ഇത് എവിടെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? ഏത് ദിവസം? ഇന്ന് എന്ത് ദിവസമാടാ അത്? ഇന്ന് നമുക്ക് റിമൂവ് ഇടാൻ പറ്റുമോ? അല്ല ഇന്ന് റിമൂവ് ഇടാൻ പറ്റുമോ? സാറ്റർഡേ അല്ല അപ്രൂവ് ആക്കത്തുള്ളൂ. ഫ്രൈഡേ ഇടാൻ പറ്റുമോ? ടൈപ്പ് ചെയ്താൻ പറ്റത്തില്ല. ഞാൻ ഇട്ടോളാവേ. നീഗനെ എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് ഞാൻ മാമന്റെ തിരിച്ചിടുക ലൈനപ്പിനകത്ത്. ഒരു സ്ലോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ആരെങ്കിലും റിക്രൂട്ടും ചെയ്യും. ഈ കറണ്ട് വരൂലേ നാശം പിടിക്കാൻ? ഇവിടെ ഇൻവേർട്ടർ ഒന്നുമില്ലേ? നീഗനൊപ്പം നീ ആർക്കൊപ്പം നിന്നാലും എനിക്കൊരു പറയില്ല. ഇവിടുത്തെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം, നീ ഒന്നും തീരുമാനിക്കണ്ട. നീ ആർക്കൊപ്പം വേണമെങ്കിലും നിൽക്ക്. നീ നീഗന്റെ ഒപ്പം പോയി കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്ക്. കളിക്കത്തില്ലെന്ന് പറഞ്ഞാൽ കളിക്കത്തില്ല. നീ എനിക്ക് ഇതിന്റെ മുകളിൽ കളിപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ഒന്ന് കളിപ്പിച്ച് കാണിച്ചാ. ആ കൊച്ചൊന്ന് വന്നേ. டீல் பண்ணிருக்காங்க. അതും ലൈക്ക് 40 ഗൺസോ 35 ഗൺസോ. കോച്ച് വെളിയിൽ നിന്ന് എടുത്ത് വെച്ച് ഇത് ചെയ്യുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല. ഗ്യാങ് അസറ്റിൽ നിന്ന് ഇത് ചെയ്യാൻ പാടില്ല കോച്ച്. ഈ ഗ്യാങ് അസറ്റ് ആരുടെയും അതൊന്നുമല്ല. ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സിന്റെ ഹാർഡ് വർക്ക് ആണത്. ഈ ഗ്യാങ് അസറ്റ് എടുത്ത് വെച്ചിട്ട് ഇത് പൈസ ആക്കുന്ന ഏതവനാണേലും അത് ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് എൻ്റെ കണ്ണിൽ കൂടെ ഇപ്പം ഞാനിത് ഡയറക്റ്റ് അറിഞ്ഞ കാര്യമാണ്. നീഗൻ കണ്ണ് വിറ്റു, അത് വിത്ത് പ്രൂഫ് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാര്യമാണ്. ഇതുപോലെ ആരെ കാണുന്നോ അവരെല്ലാവരും ഞാൻ ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റും.